ഈ പൈസ ഉണ്ടാക്കുന്നവരോട് മാത്രമാണോ മലയാളിക്ക് വിരോധമുള്ളത്? നോളജിനെ ഭയങ്കര ബഹുമാനിക്കുന്ന സമൂഹമാണ്. ആണോ? ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് അറിഞ്ഞൂടാ. ബുദ്ധിജീവിക്ക് കിട്ടുന്ന അംഗീകാരം അല്ല, ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന ആരാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ആക്ച്വലി ഐ ഹാവ് എ വെരി ഹാർഡ് ടൈം അണ്ടർസ്റ്റാൻഡിങ് ഹൂ ഈസ് എ ബുദ്ധിജീവി. മറ്റേതൊരു ജോലിയും പോലെ ചെയ്തു പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കച്ചവടം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ എടുത്ത് ചാടണമെന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാളാണ്. സംടൈംസ് യു ഡോണ്ട് നോ ബട്ട് യു ബിലീവ്. ജഗ്മോഹൻ ഡാൽമിയ BCCI സെക്രട്ടറി ആയപ്പോഴത്തേക്ക് അതുവരെ ഈ മെട്രോ സിറ്റീസിൽ മാത്രമാണ് ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. This guy went and did it from the tier 2 cities, and that is where people like Dhoni came up. Wonders have happened ever since. എന്ന് പറയുന്ന പോലെയാണ് ഒരു പ്രജ്ഞാനന്ദ എവിടെയോ ഉണ്ട്. തോൽവിയെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം. വി ഷുഡ് ബി കൈൻഡ് ടു അവർ യങ്ങർ ജനറേഷൻ. ഒരു പരീക്ഷയ്ക്ക് നീ തോറ്റുപോയാൽ സാരമില്ല, അടുത്ത തവണ നന്നായിട്ട് പഠിച്ച് നമുക്ക് പാസ്സാവാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ആസ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യുവർ പേരൻസ്, ബട്ട് ആസ് പേരൻസ് വി നീഡ് ടു സ്റ്റാർട്ട്. ബിക്കോസ് അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. തോറ്റോ, അയ്യോ തീർന്നു, നിൻ്റെ ജീവിതം പോയി. സംടൈംസ് ഓൾ പീപ്പിൾ നീഡ് ഇസ് എ ബിറ്റ് ഓഫ് an encouragement, a pat in the back. പലരുടെയും മനസ്സിലുള്ള സംശയമാണ് ഈ ബിസിനസ്സും സ്റ്റാർട്ടപ്സും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ബിസിനസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരു പലചരക്ക് കട, അല്ലെങ്കിൽ ഒരു തുണിക്കട, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ്. ഇതെല്ലാം സാധാരണ ബിസിനസ്സുകളാണ്. ഞാനൊക്കെ കുട്ടികളായിരുന്ന കാലം, അതായത് എനിക്കിപ്പം ഞാനൊരു 74 ബോണാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം 49-50 വർഷമായിട്ട് ഞാൻ കാണുന്ന ബിസിനസ്സുകളാണ് ഇതെല്ലാം. ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതെല്ലാം കാണും. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി ഇൻവെൻറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ, അതിനെ നമ്മൾ ട്രേഡ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു. 100 രൂപയ്ക്ക് സാധനം നമ്മൾ കോയമ്പത്തൂർന്നോ രാജപാളയത്തുനിന്നോ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഇവിടെ 150 രൂപയ്ക്ക് വിൽക്കുന്നു, 50 രൂപ ലാഭം ഉണ്ടാക്കുന്നു. അതൊരു കച്ചവടമാണ്, ഒരു ബിസിനസ്സാണ്. കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ ആംഗിൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാം. അതായത് നമുക്കൊരു ഗ്ലൗ മാനുഫാക്ചറിങ്, സർജിക്കൽ ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്. ദാറ്റ് ഈസ് എ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അതൊരു ചെറുകിട ഇടത്തരം സംരംഭം എന്ന് നമ്മൾ വിളിക്കുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഗ്ലൗ എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് നമ്മളിപ്പോൾ ഉപയോഗശൂന്യമായി കളയുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം റീസൈക്കിൾ ചെയ്ത് അതിൽ നിന്ന് ഗ്ലൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, സർജിക്കൽ ഗ്ലൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് വിചാരിക്കുക. സഡൻലി ദർ ഇസ് എൻ ഇന്നൊവേഷൻ. അപ്പോൾ ഒരു ചെറുകിട ഇടത്തരം സംരംഭമോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിൽ നിന്നോ സ്റ്റാർട്ടപ്പുകളെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു ഇന്നൊവേഷൻ എലമെൻ്റാണ്. അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ പറയുന്നത് പ്രോഡക്റ്റ്, പ്രോസസ്സ് അല്ലെങ്കിൽ ബിസിനസ് മോഡൽ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം. നമ്മുടെ ഉൽപ്പന്നത്തെയോ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതിയെയോ ആ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്ന വഴികളോ ഏതെങ്കിലും രീതിയിൽ ഇന്നൊവേറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ 100 പേർക്ക് കൊടുക്കുന്ന ഒരു സേവനമോ ഒരു ഉൽപ്പന്നമോ നമ്മൾ 10,000 പേർക്ക് കൊടുക്കാൻ പ്രാപ്തരാക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ഇൻ ഓൾ ടെക്നിക്കൽ ഡെഫിനിഷൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷിൽ പറയാവുന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ ഇന്നൊവേറ്റ് യുവർ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ബിസിനസ് മോഡൽ to serve a large amount of customers and in that path achieve exponential growth and revenue, then that company is technically called a startup. അപ്പോൾ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വെൽത്ത് ഒരു സ്റ്റാർട്ടപ്പ് വഴി നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റണം. ചില എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ആക്ച്വലി അർച്ചന ആരാധന എന്ന് പറഞ്ഞ 2 തിയേറ്ററുകൾ, കൊല്ലത്ത് ആക്ച്വലി ഒരു 5 തിയേറ്ററുണ്ട്. പക്ഷേ അർച്ചന ആരാധന എനിക്ക് ഓർമ്മയുള്ളൊരു തിയേറ്ററാണ്. കാരണം അതിൻ്റെ ഈ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന വഴികളെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു കമ്പി അഴികൾക്കിടയിൽ കൂടി നടന്നാണ് നമ്മൾ പോയി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വലിഞ്ഞ് അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. ആ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ ദാറ്റ് എൻറ്റയർ പ്രോസസ് ഇസ് നൗ ഗോൺ.
നമ്മൾ ബുക്ക് മൈ ഷോയിൽ പോകുന്നു, നമുക്ക് ആവശ്യമുള്ള ഇത് നോക്കുന്നു, നമ്മുടെ തിയേറ്ററുകൾ നോക്കുന്നു, നമ്മുടെ ചലച്ചിത്രങ്ങൾ നോക്കുന്നു, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ആരും അവിടെ കിടന്ന് ഈ ഫസ്റ്റ് ഷോ ടിക്കറ്റിന് വേണ്ടി ഇടിക്കുന്നത് നമ്മളങ്ങനെ കാണാറില്ല. സോ ഇറ്റ് ഹസ് സിഗ്നിഫിക്കൻ്റ്ലി യൂസ്ഡ് ടെക്നോളജി ടു ചേഞ്ച് ദ വേ ഇൻ വിച്ച് യു ആർ റണ്ണിങ് ദ ബുക്കിംഗ് ബിസിനസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയിൽ എവിടെയുള്ള ചലച്ചിത്രവും, ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ഷോയും ബുക്ക് മൈ ഷോ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? അർച്ചന ആരാധന എന്നുള്ള ഒരു ചെറിയ റെമ്മിൽ നിന്ന് നമ്മുടെ മൊത്തം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയായി മാറും. സോ സഡൻലി ബിക്കോസ് ഓഫ് ദ ടെക്നോളജി യു ഹാവ് ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിനെ നമുക്ക് ഇന്ത്യ പോലെ ഒരു വലിയ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അത്തരത്തിലൊരു വലിയ എമൗണ്ട് ഓഫ് ആൾക്കാരെ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി വലിയ റവന്യൂ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു. ഇത്തരത്തിൽ ഇത് ഞാനൊരു വളരെ ടെക്നിക്കൽ ഡെഫിനിഷൻ പറയുകയാണ്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള അനവധി കമ്പനികൾ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതാണ് ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ 95-ലാണ് എഞ്ചിനീയറിംഗ് പാസ്സാകുന്നത്. 95-ൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ആദ്യം ഞാൻ ജോലിക്ക് പോകുന്നു. ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും കൂട്ട് ഉള്ള സ്റ്റാൻഡേർഡ് ഡ്രീമുകളെല്ലാം നമ്മൾ പുർസ്യൂ ചെയ്തു. വലിയ വീട് വെക്കണം, കാർ വാങ്ങിക്കണം, അച്ഛനും അമ്മയ്ക്കും അല്പം ലക്ഷറീസ് കൊടുക്കണം. ഇങ്ങനെയുള്ള സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലികൾക്കുണ്ടാകുന്ന എല്ലാത്തരം ആഗ്രഹങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ജോലി നേടുക, ഒരു പുറം രാജ്യത്ത് പോയി കുറേ നാൾ വർക്ക് ചെയ്യുക, കുറച്ച് പൈസ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പാത്തിൽ കൂടി ഞാൻ ആദ്യത്തെ ഒരു 21 മുതൽ 30 വയസ്സ് വരെ ഏകദേശം 9 വർഷത്തോളം അതിൽ കൂടെ കടന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിലാണ് ഇപ്പം ചില ആരാണത് ടേം കോയിൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, 30 ഇയർ റിച്ച് എന്ന് വിളിക്കുക അതിന്. അതായത് നമ്മൾ എന്താണ് നമ്മളുടെ ജീവിതത്തിനെക്കുറിച്ച് ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ അടുത്തൊരു 20 വർഷം പാസ് ചെയ്ത് പോകുമോ, ഒന്നും ചെയ്യാൻ പറ്റാതെ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഇതാണോ എൻ്റെ ശിഷ്ടകാലം എന്നുള്ളൊരു തോന്നൽ നമ്മളെ പതുക്കെ ഇങ്ങനെ, ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾഡ് എൻ ഇച്ച്. നമുക്ക് പതുക്കെ ഇങ്ങനെ ചൊറിച്ചിൽ തുടങ്ങും. അത് പ്രൈമർലി ബിക്കോസ് യു ഹാവ് എ ജോബ്, നമ്മുടെ ഫൈനാൻഷ്യൽ നീഡ്സ് ആർ ഓൾ ടേക്കൺ കെയർ ഓഫ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഇച്ച് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ഇച്ചൊന്നും ഉണ്ടാകത്തില്ല, ബിക്കോസ് യു ആർ ഓൾവേസ് റണ്ണിങ് ആഫ്റ്റർ ദ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അപ്പോൾ എൻ്റെ ഒരു 2 ഓപ്ഷനാണ് എനിക്കുണ്ടായിരുന്നത്. അന്ന് ഞാൻ US-ലായിരുന്നു. അപ്പോൾ ഐ ക്യാൻ സ്റ്റാർട്ട് എ കമ്പനി ഇൻ US-ൽ തന്നെ ഒരു കമ്പനി തുടങ്ങാം, നാട്ടിലൊരു കമ്പനി തുടങ്ങാം. അപ്പോൾ US-ലൊരു കമ്പനി തുടങ്ങാനുള്ള എൻ്റെ ശ്രമങ്ങൾ വിജയിച്ചില്ല എന്ന് വേണം പറയാൻ. ഞാൻ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മാസച്യൂസെറ്റ്സിലെ ഒരു പ്രൊഫസറുമായിട്ട് ചേർന്ന് ഞാൻ ആദ്യത്തെ ഒരു കമ്പനി തുടങ്ങാനുള്ള ഡിസ്കഷൻസ് കുറേ മുന്നോട്ട് പോയെങ്കിലും അവസാനം അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും, അങ്ങനെ എനിക്ക് പക്ഷേ ആ സമയം കൊണ്ട് ഒരു പുതിയ കമ്പനി തുടങ്ങണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലങ്ങ് വേരുറച്ചു പോയതുകൊണ്ടും ഞാൻ തിരിച്ച് നാട്ടിൽ വന്നാൽ അത് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളൊരു തോന്നലൊരു മനസ്സിലുള്ളതുകൊണ്ടും 2000 I came back. 2003 I came back and 2004 I started my first company. അപ്പം അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കമ്പനി തുടങ്ങി എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. ശരിക്കും എൻ്റെ 1-2 സുഹൃത്തുക്കൾ ആ സമയം കൊണ്ട് തന്നെ ഇവിടെ കമ്പനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ 30-ാം വയസ്സിലാണ് ഞാൻ അത്യാവശ്യം പണിയെടുത്തു. എൻ്റെ ബാങ്കിൽ ഇച്ചിരി പൈസയൊക്കെ കിടപ്പുണ്ട്. അന്ന് ഞാനൊരു കമ്പനി തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ എൻ്റെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആൻഡ് മൈ വൈഫ്സ് റിലേറ്റീവ്സ് were dead against it. അപ്പം നിനക്ക് അതിലൊരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, നിനക്ക് എന്താണ് നിൻ്റെ അസുഖം, നിനക്ക് എന്തിനാണ് US-ൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ കമ്പനി തുടങ്ങാൻ പോകുന്നതെന്ന് ഈ എൻ്റെ ഭാര്യയുടെ വളരെ അടുത്ത ഒരു ബന്ധു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായതുകൊണ്ട് പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നങ്ങനെ ചോദിക്കില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇഫ് യുവർ സൺ ഓർ ഡോട്ടർ is really serious about starting an enterprise and നമുക്കത് കേൾക്കുമ്പോൾ ഇത് കൊള്ളാവുന്നൊരു കാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ശരി എന്നാൽ അവനൊരു 2-3 വർഷം അതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി എത്തി എന്നാണ് ഈ കഴിഞ്ഞ ഒരു ഓൺടർപ്രനോറിയൽ മൈൻഡ് സെറ്റ് എന്ന് ഞാൻ അതിനെ വിളിക്കില്ല. ഇറ്റ്സ് ആൻ അക്സെപ്റ്റൻസ് ദാറ്റ് ദ സൊസൈറ്റി ഹാസ് ഗിവൺ. അപ്പോൾ നമ്മൾ ആരോ തമാശയ്ക്ക് പറയുന്ന പോലെ ഈ സൊസൈറ്റിയുടെ അക്സെപ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് പെണ്ണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ആണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തിരിച്ച് പറയാം. ഐ ഡോണ്ട് വോണ്ട് ടു ബി ജെൻഡർ ഇംബാലൻസ്ഡ്, ബട്ട് കല്യാണം കഴിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ് മി പുട്ട് ഇറ്റ് ദാറ്റ് വേ. വിത്ത് ദ കറണ്ട് ജോബ് ദാറ്റ് യു ഹാവ് വിൽ യു ബി ഏബിൾ ടു മാരി. ഇപ്പോൾ അതെല്ലാം മാറി. കല്യാണം എന്ന് പറയുന്നതിനെ തന്നെ പുതിയ തലമുറ അത്ര ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു അഫെയറേ അല്ല. പക്ഷേ ആ കാലത്ത് അതൊരു വലിയൊരു കാര്യമായിരുന്നു. ദാറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഓൺടർപ്രനോർ ഇസ് എ ഫാഷനബിൾ വേർഡ് നൗ. അതൊരു
എന്താ പറയുന്നത്, ഒരു ജോലിയും കിട്ടാതെ നടക്കുന്ന ആളുടെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആണോ ഓൺടർപ്രണർഷിപ്പ് എന്നോ ബിസിനസ് എന്നോ ഇപ്പോൾ ആരും കാണുന്നില്ല. പീപ്പിൾ സീ ഇറ്റ് ആസ് എ ഓപ്ഷൻ ടു ക്രിയേറ്റ് എക്സ്പോണൻഷ്യൽ വെൽത്ത്. സമ്പന്നനാവാനും നമുക്ക് ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് പ്ലഷേഴ്സ് ഓഫ് ഹാവിങ് എ ഗുഡ് കാർ, എ ബിഗ് ഹൗസ്, ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ടേസ്റ്റ് ഓൾ ദ ഫുഡ് ദാറ്റ് യു വോണ്ട് ടു ടേസ്റ്റ്, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ ആയിട്ട് തന്നെയാണ് ആൾക്കാർ ഇന്ന് ഓൺടർപ്രണർഷിപ്പിനെ കാണുന്നത്. ആ ഒരു വ്യത്യാസം കേരള ജനതയുടെ, കേരളത്തിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. യു ഓൾ നോ ദാറ്റ് വി വോണ്ടഡ് ടു കംപ്ലീറ്റ് അവർ എഡ്യൂക്കേഷൻ, ഗെറ്റ് എ ജോബ്. അത് തന്നെയായിരുന്നു. അത് പറ്റുമെങ്കിൽ സർക്കാർ ജോലി തന്നെ. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ അളവ് ആൾക്കാരുടെ ഇടയ്ക്ക് അതുണ്ട്. ഒരു സർക്കാർ ജോലി തന്നെ കിട്ടണം. ആ സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിൽ നീ ദുബായി പോയി രക്ഷപ്പെടണം. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് തിങ്കിങ് പാറ്റേൺ. അതിൽ നിന്നൊക്കെ കുറേശ്ശെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. അത് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് ആ ഒരു കൾച്ചർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഈ ഇന്നൊവേഷൻ എക്സസൈസസ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ KDISCിൻ്റെ യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ കുട്ടികൾ വരുമ്പോൾ, പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ശാസ്ത്ര എക്സിബിഷനൊക്കെ നമ്മൾ പോകുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മളെല്ലാവരും അങ്ങ് പോവുകയാണ്. ഒരു ബസ്സിൽ കയറി എവിടെയെങ്കിലും പോയി ബെഞ്ചിലൊക്കെ കിടന്നുറങ്ങി രാത്രി സാധനമൊക്കെ സെറ്റ് ചെയ്ത്, അങ്ങനെയായിരുന്നു അന്നത്തെ എക്സിബിഷൻസ് നടന്നുകൊണ്ടത്. ഇപ്പോൾ പേരൻസ് ആർ വില്ലിങ് ടു അക്കോമ്പനി ദീസ് കിഡ്സ്. അവരെ കൊണ്ടുവരുന്നു, അവരെ അവിടെ ഇരുത്തുന്നു, അവരും ഇരുന്നത് വളരെ ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയും ഇത് കേൾക്കുന്നു. സോ ദർ ഇസ് എ ന്യൂ വേവ് ഓഫ് ഇന്നൊവേഷൻ. എൻ്റെ കുട്ടി ഒരു സാധാരണ ഇതിലേക്കല്ല പോവേണ്ടത്. പറ്റുമെങ്കിൽ അവന് കഴിവുണ്ടെങ്കിൽ അവൻ വേറൊരു പാത്തിൽ പോയാലും ഐ എം ഓക്കെ എന്നുള്ളൊരു ജനറൽ അക്സെപ്റ്റൻസ് എമംഗ് പേരൻസ് ഇസ് കമ്മിങ്. ആൻഡ് ലൈക്ക് ഓൾ ഓഫ് us becoming parents, I think we also now understand the importance of innovation. So we are okay. മനസ്സിലായി. അപ്പോൾ മൊത്തത്തിലൊരു ജനറേഷൻ മാറി വരികയാണല്ലോ. അപ്പോൾ ആ ജനറേഷൻ്റെ മാറ്റത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ചേഞ്ചുകൾ സൊസൈറ്റിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുട്ടികളുടെ ഇടയിലും കാര്യമായിട്ട് തന്നെ വരുന്നു. പലരും ഈ സ്റ്റാർട്ടപ്പിലേക്ക് ഒരുപാട് പേര് എടുത്ത് ചാടുക എന്നുള്ള ടേം തന്നെ ഉപയോഗിക്കാം. വലിയ ഗ്രാഹ്യമില്ലാതെ തന്നെ എടുത്തു ചാടുകയും തുടങ്ങുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരോട് ഒരു one piece of advice as a startup CEO, what would you give? അല്ല, ഞാൻ എടുത്ത് ചാടണമെന്ന് പറയുന്ന ആൾക്കാരിൽ ഒരാളാണ്. ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അതിനൊരു റീസണും പറയാറുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് സിൻഡ്രോം ഉണ്ടല്ലോ. അതായത് നമ്മൾ ഉടനെ തന്നെ ഇറങ്ങി നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ലക്ഷറി കൊടുക്കുക, അല്ലെങ്കിൽ ചിലവിന് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അതിൽ നിന്ന് ഈ ജനറേഷൻ പൊതുവേ വിമുക്തരാണ്. ബിക്കോസ് എവറി ഹൗസ് ഹോൾഡ് ഇസ് നൗ കൈൻഡ് ഓഫ് സെൽഫ് സസ്റ്റൈനബിൾ. ഓക്കെ, അച്ഛനെ അമ്മയെ അങ്ങനെ നോക്കേണ്ട ആൾക്കാർ അങ്ങനെ ഉള്ളവരില്ലെന്നല്ല, പക്ഷേ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എവറിബഡി ഈസ് മേക്കിംഗ് സം മണി ഇൻ ദെയർ ഓൺ ടേംസ്, റൈറ്റ്? സോ യു ഹാവ് ദാറ്റ് ലക്ഷറി. ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ലക്ഷറി ഓഫ് ആക്ച്വലി ട്രൈയിങ് ഔട്ട് സംതിങ് ഡ്യൂറിങ് ദി ഏർലി ഇയേഴ്സ് ഓഫ് യുവർ കരിയർ. വാട്ട് ഡസ് ദറ്റ് gain you? It is the immense amount of experience of going through this and the network that you will create and the knowledge that you will impart upon yourself. കാരണം നമ്മൾ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത എല്ലാ വഴികളിൽ കൂടിയും നമ്മൾ സഞ്ചരിക്കും. ആ സഞ്ചാരമാണ് നമ്മുടെ അനുഭവം. ആ അനുഭവമാണ് നമ്മളുടെ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു കമ്പനി വരുമോ വരാതിരിക്കുമോ, പക്ഷേ ബൈ ദ ടൈം യു ആർ ഡൺ വിത്ത് ദിസ് ഓഡിയോ, you will be valuable to a lot of people. So if you want to find a job, you can find a job. The only danger that I keep people, asking people to stay away from is what you told, is that you should not get emotionally connected to it and keep on going in what is called an ICU mode. Ventilator on ആക്കി അടുത്തൊരു 25 കൊല്ലം നമുക്ക് ഇങ്ങനെ പോവാം എന്നുള്ള മോഡിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. You should know when to call it quits. Do not get emotionally attached with it. Do not let your ego stand in the way of making the right decision. Because തോൽവിയെ ഈ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അതാണ്. തോൽവിയെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം. വി ഷുഡ് ബി കൈൻഡ് ടു അവർ യങ്ങർ ജനറേഷൻ. ഒരു പരീക്ഷയ്ക്ക് നീ തോറ്റുപോയാൽ സാരമില്ല, അടുത്ത തവണ നന്നായിട്ട് പഠിച്ച് നമുക്ക് പാസ്സാവാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ആസ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യുവർ പേരൻസ്, ബട്ട് ആസ് പേരൻസ് വി നീഡ് ടു സ്റ്റാർട്ട്. ബിക്കോസ് അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. തോറ്റൊയ്യോ, തീർന്നു, നിൻ്റെ ജീവിതം പോയി, കഴിഞ്ഞു. ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞു, പിന്നെ ഇനി നിനക്ക് വെളിച്ചമില്ല. പിന്നെ അപ്പോൾ അവനെന്താണ് അടുത്തതും തോക്കും. ഈശ്വര, കഴിഞ്ഞു, വീണ്ടും. ദെൻ യു ഗെറ്റ് ഇൻ ടു ദറ്റ് സ്പൈറൽ ഓഫ് ഡെത്ത്. നോ, ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ് യാർ, കം ഓൺ.
ഞാനിപ്പോൾ ഇതിൽ പ്രീച്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞാൻ ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. മോളുടെ കാര്യത്തിൽ, ഇളയാളുടെ കാര്യത്തിൽ ദേ ഗെറ്റ് ദാറ്റ് അഡ്വാൻറ്റേജ് ഓൾ ദ ടൈം, യങ്ങർ വൺസ്, because you do all the mistakes with the elder one and the younger one get a eldest one is a project. അതാണ് ഒരു സ്റ്റാർട്ടപ്പാണ്. അവിടെ പറ്റുന്ന ലേണിംഗ് എല്ലാം ആണ് രണ്ടാമത്തെ ആൾക്കാർ നമ്മൾ വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മാറിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെരി ഡിഫിക്കൾട്ട്. ആൻഡ് വി നീഡ് ടു സപ്പോർട്ട്. ഒരു തോൽവി ഇപ്പോൾ ഒരു വി കീപ് ടെല്ലിങ് പീപ്പിൾ ദാറ്റ് ഇഫ് യു have started something, it is failing, you want to start again, you come to Startup Mission, we'll still support you because we value a failed entrepreneur to do again. We value that expertise more. So it's not that you won't get the grant again. You start the next company, come, we'll give you the grant. So പുറത്തൊരു startup നടക്കുന്നത് take off, so they can approach you with the same project. Not with the same project. You need to come. അതാണ് ഞാൻ പറഞ്ഞത്. Quits is quits. You need to call it quits. Yeah. You don't then support with the ventilator thing. You come back with a different idea. But we value your experience as an entrepreneur because by that time, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടോ അതെല്ലാം രണ്ടാമത്തേലാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇത് ചെയ്യരുത്, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. So as long as you can take that knowledge into action and don't let your ego fall in the path, I think largely you should be fine because മറ്റേതൊരു ജോലിയും പോലെ ചെയ്തു പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കച്ചവടം എന്നാണ് ഞാൻ പറയുന്നത്. മലയാളികൾക്ക് പൊതുവെ ഒരു ഓണ്ടർപ്രീനർഷിപ്പ് കുറവാണെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട്. അതിന്റെ ഒരു ഹിസ്റ്റോറിക് റീസൺസ് പറയാണ് കേരളത്തിൽ മാത്രമാണ് വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലാത്തത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും സോ ട്രഡീഷണലി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമുക്ക് സ്വന്തം അങ്ങനെ പറയാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. അതൊരു റീസൺ ആണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്. ബിസിനസ് ചെയ്യുന്നവനെ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്നവനെ അത്ര മറ്റ് സ്റ്റേറ്റ്സിൽ കിട്ടുന്ന അത്ര ബഹുമാനത്തോടു കൂടിയല്ല നമ്മൾ കാണുന്നത്. ഒരു ബിസിനസ്സിനോടൊരു അബോഷൻ, നമ്മുടെ ഒരു ജീനിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ കടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പോലെ ഈ പൈസ ഉണ്ടാക്കുന്നവനെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവനെ അത്ര ഒരു ഇതോടുകൂടിയല്ല നമ്മൾ കാണുന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഇതിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നില്ലേ? നമ്മളിപ്പോൾ ഇത്രയും സംസാരിച്ചതിലൊക്കെ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലേ? ഈ നല്ലൊരു ചോദ്യമാണ്. ഈ പൈസ ഉണ്ടാക്കുന്നവരോട് മാത്രമാണോ മലയാളിക്ക് വിരോധമുള്ളത്? നോളജിനെ ഭയങ്കര ബഹുമാനിക്കുന്ന സമൂഹമാണ്. ആണോ? ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് അറിഞ്ഞൂടാ. ബുദ്ധിജീവിക്ക് കിട്ടുന്ന അംഗീകാരം അല്ല, ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന ആരാണെന്നുള്ളതാണ് ഞാനിപ്പോൾ ആക്ച്വലി ഐ ഹാവ് എ വെരി ഹാർഡ് ടൈം അണ്ടർസ്റ്റാൻഡിങ് ഹൂ ഈസ് എ ബുദ്ധിജീവി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ എല്ലാ ദിവസവും പണ്ടൊക്കെ ഞാൻ ടി വി കാണുമായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം. ആൻഡ് എവറി ഡേ വെൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഐ സീ എ ഹോൾ ബഞ്ച് ഓഫ് പീപ്പിൾ കമ്മിങ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് മൾട്ടിപ്പിൾ തിങ്സ്. ഡു ദേ ഹാവ് എനി ഐഡിയ? And I'm saying, does 90% of them have any idea about the in-depth of what they're talking about governance, about building an organization, about building a product, about marketing and bringing a thing on the sale? I doubt it. That is what I say. I personally believe that ഈ ക്രാപ്പ് സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു തിയറി മലയാളത്തിനെ കുറിച്ചുള്ളത് ഇതാണ്. നമ്മൾ പരമാവധി ഒരാളെ ചവിട്ടിത്താക്കാൻ നോക്കും. അയാൾ ഇന്ന സെക്ടറൊന്നുമില്ല, അയാൾ ബുദ്ധിജീവിയാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പരമാവധി അയാളെ ചവിട്ടിത്താക്കാൻ നോക്കും. ഈ ചവിട്ടിത്താക്കലുകൾക്കെല്ലാം അപ്പുറം അയാൾ മുകളിലേക്ക് കയറിയെന്ന് വെച്ചോളൂ, പിന്നെ നമ്മൾ അയാൾ എന്ത് ചെയ്താലും നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യും. That is what I have noticed about Kerala. Because if you can actually fight the system, become a winner, then everybody is off with you. But in that process of becoming a winner, every single step of the way you will be pulled down. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം എനിക്കറിയാം. ഇപ്പം ഞാൻ US വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഓപ്പണായിട്ടാണ് നമ്മളൊരു പുതിയ കാര്യം, ഒരു ചേഞ്ച് നമ്മൾ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ അതിനെ കുറച്ചുകൂടി കൈൻഡായിട്ടാണ് അവിടെ ആൾക്കാർ കാണുന്നത്. People will look at the merits and demerits of it. At least they are willing to discuss and engage with you if you want to become a change maker. കേരളത്തിൽ it will be immediately met up with resistance. നടക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഓൾമോസ്റ്റ് ഓൾവേസ് ഉള്ള ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നടക്കില്ല? നടത്തണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഔട്ട്ലെയർ ആകുകയും പിന്നെ നമ്മളൊരു യുദ്ധത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുകയും
അത് കഴിഞ്ഞ് യുദ്ധം വിജയിച്ചാൽ മാത്രം പിന്നെ നമുക്ക് അപ്രിസിയേഷൻ കിട്ടുന്ന രീതിയിലേക്കൊക്കെ മാറും. പക്ഷേ അത് ഐ തിങ്ക് ഇറ്റ്സ് സ്ലോലി ചേഞ്ചിങ്. ബിക്കോസ് ഈ ലാർജർ സോഷ്യൽ ഗുഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളത് ബിലീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ദാറ്റ്സ് വാട്ട് ഐ വാസ് കമ്മിങ് ടു. ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ശ്രമിച്ച് ഒരു ജനറൽ ഗുഡ് വന്നു കഴിഞ്ഞാൽ അതെനിക്കും ഗുണകരമായി മാറും, എൻ്റെ കുട്ടികൾക്കും ഗുണകരമായി മാറും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണോ നമുക്കുള്ളത്? അതോ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സുഖമായി ജീവിക്കണം, ബാക്കിയുള്ളവന്മാരൊന്നും അങ്ങനെ ജീവിച്ചില്ലെങ്കിലും ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണോ നമുക്കുള്ളതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. I personally believe that if you actually can think about the larger social good, showcase that larger social good to people and motivate them to move towards that larger social good, this problem can be solved. ഇപ്പോൾ നമ്മളത് ബിലീവ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവരൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും, സ്റ്റാർട്ടപ്പ് മറ്റേത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അതിനെ ഡിസ്കൗണ്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ബട്ട് ദ മൂമെൻറ്റ് യു മോട്ടിവേറ്റ് പീപ്പിൾ ടു ഡു ഇറ്റ്, ഐ തിങ്ക് പീപ്പിൾ കം ടുഗെദർ. Sometimes all people need is a bit of an encouragement, a pat in the back. That's what I've realized in the last 1 year. What I've seen is so many kids. All they need is a word of motivation, which they are not getting from their parents. They are not getting from the teachers. Very, very big problem. In fact, ഞാനൊരു ഈ ആൻറ്റി-ഡ്രഗ് ഇതിന് പോയിരുന്നു, ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ. So we brought together a bunch of people and asked like what is the reason, why do you want to relay? അപ്പോൾ എല്ലാം സ്ട്രെസ്, പ്രഷർ. അപ്പോൾ ഞാൻ എല്ലാ കൊച്ചു പിള്ളേർ എന്ത് സ്ട്രെസ്സിൻ്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നത്, എന്ത് സ്ട്രെസ്. പക്ഷെ അവർ പറയുന്ന ഒരു രക്ഷയില്ല. എക്സ്പെക്റ്റേഷൻ ബേർഡൻ എന്ന് പറയുന്നതും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നുള്ളത് ഭീകരമാണ്. എന്നാൽ അതിന് തക്കതായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്കൂളിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. So eventually you end up being prey to the peer pressure because everybody is using substance and you are supposed to use it along with, otherwise you become an outlier, you become എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാർജർ സോഷ്യൽ ഗുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ എന്തുകൊണ്ടോ മാറിപ്പോകുന്നു എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. അത് വിച്ച് ഇസ് ദ പോയിന്റ് ദാറ്റ് ഐ വാസ് ട്രൈങ് ടു മേക്ക് ഇസ്, നേരത്തെ പറഞ്ഞത് കച്ചവടക്കാരനെ മാത്രം വെറുക്കുന്ന ഒരു സമൂഹമാണോ നമ്മൾ എന്നുള്ളതായിരുന്നു യുവർ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഇസ് എ കേസ് എനിമോർ. ഐ തിങ്ക് വി എന്തോ എല്ലാം സംശയത്തോടെ മാത്രം കാണുന്ന ഒരു ഇതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിച്ച് വി നീഡ് ടു കറക്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. വി നീഡ് ടു സ്റ്റാർട്ട് ബിലീവിങ് ആൻഡ് ട്രസ്റ്റിങ്. ഈ ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ദൈവവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും വിശ്വസിക്കാനുള്ള നമ്മുടെ കഴിവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ എല്ലാം സംടൈംസ് യു ഡോണ്ട് നോ but you believe in a leader, right? You don't know but you believe, you follow. ഗാന്ധിജിയിൽ നമ്മൾ ബിലീവ് ചെയ്ത് പുറകെ അങ്ങ് പോയി എല്ലാവരും. നെഹ്റുവിൽ നമ്മൾ ബിലീവ് ചെയ്തു, അങ്ങനെ പോയി. അങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ ബിലീഫ് പതുക്കെ കുറഞ്ഞ് ഒരു സിനിസിസത്തിലേക്ക് പതുക്കെ മാറി വരുന്നുണ്ടോ എന്നൊരു സംശയമാണ്. വി നീഡ് ടു ഗെറ്റ് ദാറ്റ് ബിലീഫ് ബാക്ക്. ഇവിടുത്തെ നമ്മുടെ ഈ ഇൻക്യുബേഷൻ സിസ്റ്റംസ് സെറ്റ് ടു ബി വൺ ഓഫ് ദി ബെസ്റ്റ്. ഐ തിങ്ക് റീസെന്റ് വേൾഡ് സമ്മിറ്റിൽ പോലും ജഡ്ജ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇതിന്റെ ഈ ഒരു കൺവേർഷൻ റേറ്റ് ഇല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൗ ഇസ് ഇറ്റ് ലൈക്ക് ഫ്രം ദിസ് ആസ് യു സെഡ് ഇറ്റ്സ് സം ആർ ലൈക്ക് ഇറ്റ്സ് ആൻ അഡ്വെഞ്ചർ, ഇറ്റ്സ് എ ചാലഞ്ച്. ആൻഡ് ഈ സക്സസ് റേറ്റ് ഇല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസിംഗ് പീരീഡ് അല്ലെങ്കിൽ ഒരു ത്രൈവിംഗ് ഫ്ലറിഷിംഗ് പീരീഡ്, ആ ഒരു കൺവേർഷൻ റേറ്റ് എത്രയുണ്ട് നമ്മുടെ? ഞാൻ വരുന്ന സമയത്ത് 4100 ചില്ലുവാനം ആയിരുന്നു നമ്മുടെ നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പ് ഇൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ആ പ്രോസസ്സ്, അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ യുണീക്ക് ഐഡിയ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഡേറ്റ നമുക്ക് സത്യം പറഞ്ഞില്ല. ഇപ്പോൾ നമുക്കൊരു യുണീക്ക് ഐഡിയ ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് എവറി കമ്പനി ഹൂ ബിക്കംസ് പാർട്ട് ഓഫ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വി നോ ഹൂ ഹാസ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഈ 4100 കമ്പനികളെ ഞങ്ങളൊന്ന് സർവേ ചെയ്തു. When people took 100-150 each, everybody in startup mission made a call. ഇരുന്ന് വിളിച്ചു, എങ്ങനെയുണ്ട്, നിങ്ങളെങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് 1000ഓളം കമ്പനികൾ ഏർലി റവന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫോം ഓഫ് റവന്യൂസ് ബുക്ക് ചെയ്തവരാണ്. ഓക്കെ, 400 കമ്പനികൾ സ്റ്റഡി റവന്യൂസ്, അതായത് എല്ലാ മാസവും നമുക്ക് റവന്യൂ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു വർഷം ഒരു സ്റ്റഡി ആയിട്ടുള്ള റവന്യൂ കിട്ടുന്ന ആൾക്കാരാണ്. ഈ 400 പേരെ ഞങ്ങളിപ്പോൾ ഒന്നുകൂടെ വി ആർ ഇൻ്റർവ്യൂയിങ് ദം ആൻഡ് ഗെറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ദം, ആൻഡ് ആർ ഒബ്ജക്റ്റീവ് ഇസ് ടു ഗെറ്റ്
വാട്ട് വി കോൾ ദ ബോട്ടം ഓഫ് ദ ഫണൽ. ആ ബോട്ടം ഓഫ് ദ ഫണലിൽ നമ്മളൊരു 200 കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ 200 എണ്ണത്തിനെ ഈ ഓപ്പൺ പോലെയോ അല്ലെങ്കിൽ ഒരു ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് യൂണിക്കോൺ. നിങ്ങൾ പലരുമായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ വാല്യുവേഷൻസ്. ഓക്കെ, ഐ ബിലീവ് ഇൻ ക്രിയേറ്റിംഗ് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് വിച്ച് പീപ്പിൾ വിൽ യൂസ്. I believe in creating world-class services that people will use. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമുക്ക് എന്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയാലും അത് ഉപയോഗിക്കാൻ ആൾക്കാരുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ഡ്രൈവ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറ്. ആ ലാസ്റ്റ് മൈൽ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്ക്രൂവോ ഉണ്ടാക്കുമ്പോൾ സ്ക്രൂ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. പല സ്ക്രൂകളും നമ്മൾ തിരിച്ച് കയറ്റാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കയറത്തില്ല. ആ വെട്ട് ചിലത് വലുതായിട്ടിരിക്കും, അല്പം ഇരുമ്പിൻ്റെ ഒരു തുണ്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. How do you make sure that that is being done perfectly? And the moment you do that perfectly, whether it's writing a document, whether it's creating a poster, whether it's creating a movie, whether it's creating a product, a software, that last mile quality is absolutely important, and that will only happen when you actually compete in the global markets. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ എന്താ പറയുന്നത്, ഞാൻ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു പ്രശ്നമായിട്ട് ആൾക്കാർ പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ എൻഡ് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. Why is that? Because people believe that we won't be able to deliver that quality output that an RT-PCR machine is supposed to produce. അപ്പോൾ നമ്മൾ തെർമോ ഫിഷറോ അല്ലെ അതുപോലെയുള്ള ലാർജർ പവർ ടൂൾസ്, ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ സോഹോ CEO ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ഏതാണ്ട് 500 കോടി വർത്ത് ഓഫ് പവർ ടൂൾസ് നമ്മൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ, ബോഷ്, മറ്റേതെന്നൊക്കെ പറയാം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടാണ്. റിവേഴ്സ് എഞ്ചിനീയർ ചെയ്താൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളിലൊന്നാണ് പവർ ടൂൾസ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് സ്കില്ലില്ലായ്മയില്ല, നമുക്ക് റോ മെറ്റീരിയൽ ഇല്ലാത്തതല്ല, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല? ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ക്വാളിറ്റി. ഫിനസ്, എക്സാക്ട്ലി ദ വേർഡ് ടു യൂസ്. ആ ഫിനസ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ. അപ്പം സോ വാട്ട് വി റിയലി വാണ്ട് ടു ഡു ഇസ് ടു ടേക്ക് ദോസ് 200 പീപ്പിൾ, വർക്ക് വിത്ത് ദം. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ വെള്ളവും എല്ലാ വളവും എല്ലാം കൊടുത്ത് ഈ 200 പേരിൽ പറ്റുമെങ്കിൽ ഒരു 10-50 സോളിഡ് പ്രോഡക്റ്റ് കമ്പനീസിനെ നമുക്കിതിനകത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു യത്നത്തിലാണ് നമ്മളിപ്പോൾ ഈ വർഷം. സോ ബേസിക്കലി ഫസ്റ്റ് ഇയർ വാസ് മോർ അബൌട്ട് ഗെറ്റിംഗ് ടു നോ ദ സിസ്റ്റം. ജൂലൈ 11 ഞാൻ ജോയിൻ ചെയ്തത്. സോ ലാസ്റ്റ് ജൂലൈ ഐ കംപ്ലീറ്റഡ് pretty much around that time is when we all met. Rakesh, I think one of the first meetings that we had was around that time. So the first year was to know about the ecosystem, understand the people, know the people, make sure let the world know that you are here, etc. അപ്പോൾ അത് കഴിഞ്ഞു. ആ ബഹളം, അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ പൊടിപ്പും തൊങ്ങലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഐ തിങ്ക് ദിസ് ഇയർ ഇസ് ഗോയിങ് ടു ബി മോർ അബൌട്ട് ഡെലിവറിങ് that 100 or 50 companies which can be taken into a world-class company. That is where, so to answer your question, 4,600 or 700 is the number right now. Out of that, we have around 1,000 companies which has got early revenues, around 400-500 companies which has got steady revenues. Our attempt is to identify the top 150 companies out of that 400 and scale them into global products. That is what we are working to. ഈ 150 എല്ലാം പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. അത് മാത്രമേ നമ്മൾ ഈ ഒരു എക്സസൈസിൽ എടുക്കുന്നുള്ളൂ. സർവീസസിനെ നമ്മൾ എടുക്കാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ എക്സ്പൊണൻഷ്യൽ വെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം ആദ്യം ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും ഐ തിങ്ക് ഐ ആൻസേർഡ്. എക്സ്പൊണൻഷ്യൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത കമ്പനീസാണ് നമ്മളിപ്പോൾ നോക്കുമ്പം സെറോദ, റൈറ്റ്, ഫിസിക്സ് വാല. ഞാൻ ബൈജൂസ് എന്ന് പറയാത്തത് ബിക്കോസ് ഓഫ് ദി ഇറ്റ്സ് എ വാല്യുവേഷൻ ഗെയിം. Zoho, so Zoho is an excellent example. They haven't taken even one penny in venture capital. Okay, their revenues currently is $1.2 billion, which is close to around 10,000 crores. Valuation is probably around 5 times that, which is around 50,000 crores. ഇതെന്താണ്? ഒരു പറ്റം ആൾക്കാർ. അപ്പോൾ ഞാൻ ഐ വെൻറ്റ് ടു തെങ്കാശി. They have 1,000 people center in Tenkasi. They hire +2 students. And നമ്മുടെ കൂട്ടുള്ള പ്രിവിലേജ്ഡ് +2 അല്ല ഈ പറയുന്നത്. തമിഴ്നാട്ടിലെ ഒരു റിമോട്ട് ഗ്രാമത്തിലുള്ള സാധാരണക്കാരായ +2 സ്റ്റുഡൻസിനെ ഹയർ ചെയ്ത് അവരെ 3 വർഷത്തെ സോഹോ സ്കൂൾ ഓഫ് ട്രെയിനിങ്, അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ്, അതിൽ കൂടി കടത്തിവിട്ട് ആ കുട്ടികൾക്ക് 40,000-50,000 രൂപ ശമ്പളം കിട്ടുന്ന രീതിയിലേക്ക് അവരെ ഉയർത്തിയെടുക്കുന്ന ഒരു കമ്പനി. അങ്ങനെ വർക്ക് ചെയ്ത് 10,000 കോടി രൂപ നമുക്ക് റവന്യൂ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഹോ ചെയ്ത്. സോ ദോസ് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ദാറ്റ് ഫിസിക്സ് വാല, സെറോദ, സോഹോ,
are some of the examples that we should look at. നമുക്ക് ഇങ്ങനത്തെ കമ്പനീസ് ഉണ്ടോ? ഉണ്ട്. നമുക്കൊരു Synthite ഉണ്ട്. Synthite is a company that has been producing world-class oleoresins, right? I don't know, 7,000 crores or more than 5,000 crores for sure, right? അത്രയും റവന്യൂ എവിടെ കോലഞ്ചേരിയോ? കോലഞ്ചേരിയിൽ നിന്ന് അവരുണ്ടാക്കുന്നുണ്ട്. സെൻറ്റ് മേരീസ് റബ്ബേഴ്സ് കാഞ്ഞിരപ്പള്ളി 500 കോടിക്ക് മുകളിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ജയോൺ ഇംപ്ലാന്റ്സ്, അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദർ ഇസ് എ ലോട്ട് ഓഫ് കമ്പനീസ്. വൺ ഓഫ് ദ ഫസ്റ്റ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കമ്പനീസ് ഓഫ് ദി എൻറ്റയർ ഇന്ത്യ ഈസ് ഫ്രം കേരള, IBS സോഫ്റ്റ്വെയർ. റീസെൻ്റ്ലി ക്ലോസ്ഡ് ഓൺ $1 billion. യഥാർത്ഥ യൂണിക്കോൺ എന്ന് ഞാൻ വിളിക്കുന്ന കമ്പനികളിലൊന്നാണ് IBS സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം വി ക്യാൻ ഡൂ ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി കാൺട്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എന്തോ ഒരു ലാസ്റ്റ് മൈൽ ഫിനിഷ്, നേരത്തെ പറഞ്ഞ അതേ ഒരു ഇതാണ്. നമുക്ക് തട്ടിക്കൂട്ടിൽ നിന്ന് യഥാർത്ഥ ക്വാളിറ്റിയിലേക്കുള്ളൊരു ജേണി, ഒരു ലാസ്റ്റ് മൈൽ ജേണി നമ്മൾ നടത്താനുണ്ട്. അതൊരു മൈൻഡ് സെറ്റ് ചേഞ്ചാണ്. ഐ തിങ്ക് ദാറ്റ് മൈൻഡ് സെറ്റ് ചേഞ്ച് ഹാസ് ടു കം ഫ്രം ദി യങ്സ്റ്റേഴ്സ്. ഈ നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയും, ഇത് എന്താ ചുമപ്പടിക്കാത്തതെന്ന് ചോദിക്കും ചോരിൽ. അപ്പോൾ ഈ പെയിൻറ്റർ പറയുന്നൊരു ഡയലോഗുണ്ട്, വൃത്തികേട് കാണിച്ച് എനിക്ക് ശീലമില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കുട്ടികളെ എത്താൻ പറ്റണം. ദാറ്റ് ഇസ് വെൻ you have to put your foot down and say that I'm not going to deliver anything substandard. That is when you will have world-class people and world-class products. And that is when you will make your mark. കുറച്ച് പറഞ്ഞ സോഹോ കോർപ്പറേഷൻ്റെ ഒരു വിഷയം പറഞ്ഞു, ഈ +2 സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നത്. ഇത് നമുക്ക് കേരളത്തിൽ റിപ്ലിക്കേറ്റ് ചെയ്ത് ഒരു മോഡലാക്കി ചെയ്തു. വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി നാളെ കൊട്ടാരക്കര അവർ വരികയാണ്. സോ ടുമോറോ മോർണിംഗ് ഐ എം സ്പെൻഡിങ് ദാറ്റ് എൻറ്റയർ ഡേ വിത്ത് ദം ട്രൈങ് ടു ബിൽഡ്. അതെ ശ്രീധർ ആൻഡ് ടോണി തോമസ് എന്ന് പറയുന്ന ഒരു കോ ഫൗണ്ടറുണ്ട് സോഹോയ്ക്ക്. അയാൾ മലയാളിയാണ്. അധികം ആൾക്കാർക്ക് അറിയാത്തൊരു അല്ലല്ല, ആ ടോണി അല്ല, ഇത് ആർക്കും അറിയാത്തൊരു ടോണിയാണ്. അപ്പോൾ Tony is a co-founder. So basically we have had, I think, 5 interactions with them so far. നമ്മൾ ആദ്യം He met the CM recently. Yes. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രീകേഴ്സറായിട്ടായിരുന്നു. അപ്പോൾ ആദ്യം പുള്ളി വരുന്നത് നമ്മളുടെ ഈ വിമലിൻ്റെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഈസ് എൻ ഇൻവെസ്റ്റർ. ദാറ്റ് ഇസ് പ്രൈമറിലി ബിക്കോസ് ഓഫ് ഇമ്പാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പേഴ്സണലി ബിലീവ്സ് ദാറ്റ് robotics is another thing. Zoho is an investor in Gen Robotics. അപ്പോൾ അങ്ങനെ വിമലിനെ കാണാൻ വന്നപ്പോഴത്തേക്കും വിമൽ സെഡ്, അപ്പോൾ ഞാൻ ഈ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു, വിമൽ സെഡ് യു ഓൾസോ കം ആൻഡ് സേ ഹലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. സോ വി സ്പെൻഡ് സം ടൈം. ഇല്ല അന്ന് വൈകിട്ട് ഞാൻ ആക്ച്വലി ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പോൾ എനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഐ ഫെൽ ദാറ്റ് because Kottarakara is a place that I felt that would be ideal for this, because you have direct connectivity between Tenkasi and Kottarakara. നമ്മുടെ കൊല്ലം തെങ്കാശി റൂട്ട് കിടക്കുന്നുണ്ട് 2 മണിക്കൂറിൽ. ആൻഡ് ഹീ സെഡ് ദാറ്റ് ഹീ യൂഷ്വലി ട്രാവൽസ് ദിസ് വേ ബിക്കോസ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് പുള്ളി എപ്പോഴും ഫ്ലൈ ചെയ്യുന്നത്. സോ ഹീ യൂഷ്വലി കംസ് ദാറ്റ് വേ എനിവേസ്. സോ ഇറ്റ് വാസ് എ ഓബ്വിയസ് ചോയ്സ്. അപ്പം ഞാൻ വൈകുന്നേരം തന്നെ ഫൈനാൻസ് മിനിസ്റ്ററെ ഒന്ന് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ദെൻ ഹീ കെയിം ഫോർ സീറ്റിംഗ്. സോ ഹീ സെഡ് ദാറ്റ് ഐ ഹവ് ഗോട്ട് എ കോ ഫൗണ്ടർ ടോണി ഹൂ ഇസ് ഫ്രം കേരള ആൻഡ് ഐ ഹാഡ് നോ ഐഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു വൈ ഡോണ്ട് യു ഇൻവൈറ്റ് ടോണി. അങ്ങനെ നമ്മൾ സീഡിങ് കേരള എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സീഡിങ്ങിൽ അപ്പോൾ അന്ന് ടോണിയും ശ്രീധറും വി ഹാഡ് എ ഫയർ സൈഡ് ചാറ്റ്. സോ വി ഇൻട്രൊഡ്യൂസ് ടോണി ടു ദ വേൾഡ്. അത് കഴിഞ്ഞിട്ട് myself, finance minister and a few other people from Startup Mission went to Tenkasi, saw that entire story. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. അവിടെ കയറുമ്പോൾ തന്നെ ഇതാണ് മെസ്സോളാണ്. അപ്പോൾ പുള്ളിയുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിട്ട് മതി, ആദ്യം വയറ് നിറയ്ക്കുക, പിന്നെ മതി പണി എന്നുള്ളൊരിതല്ല. സോ യു ഗെറ്റ് ഇൻ, യു ഹാവ് യുവർ ഫുഡ് ആൻഡ് ദെൻ യു ഗോ വർക്ക്. ആൻഡ് ഫുഡ് ഇസ് ഫ്രീ, ഓൾ 4 meals are free. അമേസിങ് തിങ്, എക്സ്ട്രീംലി ഗുഡ് ഫുഡ് ബിക്കോസ് മോസ്റ്റ് ഓഫ് സ്റ്റഫ് ഇസ് അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളുമാണ്. സോ വി വർ വെരി ഇംപ്രസ്ഡ് ആൻഡ് വി സെഡ് വി ഷുഡ് ഡു സംതിങ് സിമിലർ ഇൻ കേരള. അപ്പോൾ അങ്ങനെ he said I'll do it if you can find me a person to head the organization, because my problem is that I won't be able to come and do it. You need a proper leadership. അപ്പോൾ ഈ ചില സമയത്ത് നമ്മൾ നിമിത്തം എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ സാധനം പോലെ കറക്റ്റ് സമയത്ത് സോഹോയിൽ തന്നെ വർക്ക് ചെയ്ത ഒരാൾ ഹു ഇസ് നൗ വർക്കിംഗ് ഇൻ അമൃത ആസ് എ പ്രൊഫസർ. ഞാൻ ചുമ്മാ വിളിച്ച് ചോദിച്ചതാണ് ഇങ്ങനെ ജയരാജ് ഒന്ന് വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ജയരാജ് പറഞ്ഞു ഓഫ് കോഴ്സ് പിന്നെ I'll come and happily help out എന്ന് പറഞ്ഞ് ജയരാജ് വന്നു. The moment Jayaraj was in, I think all puzzles were in the place. And then he said, because they are very fond of Jayaraj, ഭയങ്കര ഒരു എക്സ്ട്രീംലി ബ്രില്യൻറ്റ് ഗായ് ആണ്. So he now wants to set up an R&D center in Kottarakara. Let's see, So tomorrow we'll be showing him at IHRDയുടെ ഒരു കുറച്ച് സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഒരു കോളേജൊന്നും അത്ര
എന്താ പറയുന്നത്, ഒരു വലിയ 2-3 കോഴ്സേ നടക്കുന്നുള്ളൂ അവിടെ. സോ വി വോണ്ട് ടു see if we can refurbish that and bring them there, because he's also looking at a remote place. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് he's not, പുള്ളിക്ക് അത് തന്നെയാണ്, they want to do it in the rural areas. They believe in that thesis that ഈ prodigies അവിടെ എവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. We pick up from the rural areas, you will be able to get the right people. In fact, എന്നോട് ഞാൻ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ CEO ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ ബിശ്വനാഥ് സിൻഹ എന്ന് പറയുന്ന ഒരാളാണ് അന്ന് നമ്മുടെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ജഗ്മോഹൻ ഡാൽമിയ BCCI സെക്രട്ടറി ആയപ്പോഴത്തേക്ക് അതുവരെ ഈ മെട്രോ സിറ്റീസിൽ മാത്രമാണ് ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ദിസ് ഗൈ വെൻറ്റ് ആൻഡ് ഡിഡ് ഇറ്റ് ഫ്രം ദ Tier 2 cities, and that is where people like Dhoni came up. And then he completely restructured the entire, Indian cricket team, and wonders have happened ever since. എന്ന് പറയുന്ന പോലെയാണ് ഒരു പ്രഗ്യാനന്ദ എവിടെയോ ഉണ്ട്. If we were to sell Kerala, what will you sell? അപ്പോൾ ഞാനതിങ്ങനെ ഈ വന്നു തൊട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദർ ആർ 2 things that I have coined in all. One is the nature. Post COVID, people want to be away from the general turmoil and be at a peaceful place. Okay, so I am okay. പെരുമ്പളിക്കൽ എന്ന് പറയുന്ന ഗ്രാമമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഈ പെരുമ്പളിക്ക് പോയൊരു ഒരാഴ്ച ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൽ എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഐ വിൽ ഹാപ്പിലി ഗോ stay with my parents, work for a week from that village. Many people, except probably the youngsters will also start feeling the same way when once they go and have their bash in Bangalore or some other place, they would want to come back to a peaceful place. But many other people want to be at a peaceful place right now. People value stress-free environment, tranquility more than money these days. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കേരളത്തിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരാനൊരു സാധ്യത ഞാൻ കാണുന്നു, പ്രൊവൈഡഡ് വി ഡോണ്ട് ഡിസ്ട്രോയ് ദ എൻവയോൺമെൻറ്റ് ഇൻ ദാറ്റ് ഹോൾ പ്രോസസ്. ഇപ്പോൾ ഉള്ള മരങ്ങളും പൂവും എല്ലാം എങ്കിലും കീപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ. ദ സെക്കൻഡ് വൺ ഇസ് ടാലൻറ്റ്. എവ്രി സിംഗിൾ പേഴ്സൺ ദാറ്റ് ഐ സീ across the world has consistently commented on the talent that the state produces. Talent is it's not just a function of yesterday, right? It is a function of good work that we have been doing for the past 50-60 years, ever since the missionaries came in. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഞാൻ തലശ്ശേരിയിൽ പോയപ്പോൾ I went to a place called NTTF. I don't know how many of you have heard about it. Yeah, you have heard about it. So it's an amazing training institute. Skilling in 60s എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ a bunch of missionaries called Basel Mission from Switzerland came to Talasheri alongside Gundartak വന്ന അതേ സമയത്ത് തന്നെ. They created what is called the Nettur Technical Trading Foundation to skill people for the precision engineering industry that used to exist in Germany and Switzerland at that time. ഈ NTTF alumni എന്ന് പറയുന്നത് then went to all major developed countries of the world, including Australia, including Germany, including Switzerland. They have spread across, and the number of entrepreneurs that has come out of that, they have a booklet of the entrepreneurs that the training institute has created. It's amazing. ഒരു വലിയൊരു ബുക്ക്ലെറ്റാണ്. ആൻഡ് ദേ ഡോണ്ട് ഈവൻ ഹാവ് AICTE സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ഡിപ്ലോമ അല്ലാതെ ഇപ്പോഴും, പക്ഷേ ഇറ്റ് ഹാസ് 100% പ്ലേസ്മെൻറ്റ്. സോ ദോസ് സോർട്ട് ഓഫ് ടാലൻറ്റ് വാസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള സിൻസ് 60s. അപ്പം നമുക്കൊരു അമേസിങ് ടാലൻ്റ് ഉണ്ട്. വി ഹവ് ബിൽറ്റ് അമേസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ടാലൻറ്റിൻ്റെ വേറൊരു ഓഫ് ഷൂട്ടെന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. We don't have anything like that in the entire country. People, neurosurgeons, cardiosurgeons, they want to come from anywhere in India and head up this institution. Why? Dr. Sanjay Bihari is not from Kerala. He takes excellent pride in being the head of that institution. Why? Because it is one of a kind, and you cannot produce something like that in a year, even if you mean that you're going to spend $1 billion. So these are all functions of time that we have produced. ഒരുപാട് വർഷത്തെ അധ്വാനത്തിൻ്റെ, ഒരുപാട് ആൾക്കാരുടെ വിഷൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ ടാലൻ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യു കമ്പൈൻ ദിസ് ടാലൻ്റ് ആൻഡ് നേച്ചർ ആൻഡ് സെൽ, പാക്കേജ് ഇറ്റ് വെൽ. വൺ തിങ് ദാറ്റ് വി ആർ പുവർ അറ്റ് ഇസ് മാർക്കറ്റിംഗ്. Nobody knows about it. അപ്പോൾ ഞങ്ങൾ US event delegation ഉണ്ടായിരുന്നു. So we had a team of around 200 people come together in a room, and we had an open discussion about what do you think about Kerala. One thing that people consistently said is that when we tried to push the story of Kerala within our company,
nobody knows about Kerala. Everybody has heard about Mumbai, everybody has heard about Bangalore, everybody has heard about Hyderabad, Delhi, but nobody has heard about Kerala. So we need to do a better job of marketing ourselves. Second thing is, നമ്മളുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ലാസ്റ്റ് മൈൽ ഫിനിഷ് ഉണ്ടല്ലോ, ദാറ്റ് ബിക്കോസ് വി ആർ ഫസ്റ്റ് ഇൻ എവറിത്തിങ്. We are first in creating a startup village. We are first in creating a technopark. We are first in creating Keltron, one of the, ഇപ്പം ഇൻഡസ്ട്രി മിനിസ്റ്ററുടെ പാരലൽ ഡ്രോ ചെയ്ത സാംസങ് ഇലക്ട്രോണിക്സും കെൽട്രോണും ഏകദേശം ഒരേ സമയത്ത് തുടങ്ങിയ സാധനങ്ങളാണ്. We are the first in something like SCT. We are the first probably oncology center in terms of regional cancer center in Trivandrum. So we are a first in a lot of things. പക്ഷേ ഇത് മുന്നോട്ട് റൺ ചെയ്ത് അതിനെ ഒരു സ്കെയിലബിൾ മാനറിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി നോട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആൻസർ. സോ ഐ തിങ്ക് സംഹൗ വി നീഡ്, അതൊരു കൾച്ചറാണ്. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിത്തിങ്, ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി ഫോർ നോട്ട് ഡൂയിങ് ഇറ്റ്. ഇറ്റ് ഈസ് എ കൾച്ചർ. We go to other places and finish it. We go to a Dubai, we go to a US, we build greater organizations. Why? ആരോ പണ്ട് പറഞ്ഞ പോലെ ഇന്ത്യൻ ഇപ്പുറം കിടക്കുമ്പോഴത്തേക്ക് ഏതോ ഒരു ജീൻ മ്യൂട്ടാവും. ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു രാകേഷിനോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ജീൻ അങ്ങ് ഓഫ് ആവും, അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ആ ജീൻ ഓൺ ആവും. എന്താണ് കാര്യം? That we need to start thinking about, and we need to start building things which will go all the way, which will become world class and which we will be able to sell and market to the rest of the world. ദാറ്റ് ഇസ് ആ ഒരു കൾച്ചറൽ ചേഞ്ച് നമുക്ക് വരേണ്ടതായിട്ടുണ്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ പറഞ്ഞിപ്പോൾ നമ്മൾ ടെക്നോ പാർക്ക് ഫസ്റ്റ് നമ്മൾ ഒരുപാട് ഫസ്റ്റുകളുണ്ട്. അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണോ റീസൺ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് പോലെ തോന്നുന്നത്? അല്ല, ഇതിനെ നമ്മൾ മലയാളത്തിൽ ആരംഭ ശൂരത്വം എന്ന് വിളിക്കും. അതായത് ഒരു കാര്യം തുടങ്ങാൻ നമ്മൾ ശൂരന്മാരാണ്, പക്ഷേ ആ കാര്യം അവസാനിപ്പിക്കാനും ഒരു കഴിവ് വേണം. ദാറ്റ് ഇസ് ദ I would say in sales we call it the art of closing. റൈറ്റ്? ഒരു ഡീലിനെ ടേബിളിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരാളുമായിട്ടൊരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അയാളെ ഇംപ്രസ് ചെയ്യാൻ, അയാളെ ടു ഡൈൻ ആൻഡ് വൈൻ ആൻഡ് മേക്ക് ഹിം അട്രാക്റ്റഡ് ടു യുവർ പ്രൊപ്പോസിഷൻ ഇസ് വൺ തിങ്. ബട്ട് ടു ആക്ച്വലി ഹാവ് ഹിം സൈൻ ദറ്റ് കോൺട്രാക്ട് ആൻഡ് റൈറ്റ് എ ചെക്ക് ഫോർ യു ഇസ് അനദർ തിങ്. റൈറ്റ്? നമ്മൾ ആ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഇച്ചിരി എന്തോ നമ്മൾ പുറകോട്ടാണ്. ഐ തിങ്ക് പ്രൈമറിലി ബിക്കോസ് ഈ ബിസിനസ് ബെൻഡ് ഓഫ് മൈൻഡ് പണ്ട് നമുക്ക് അധികം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാജാക്കന്മാരുടെ മന്ത്രിമാരും അക്കൗണ്ടൻറ്റുമാരും ശിപായികളും ഒക്കെ ആയിട്ടുള്ള ഒരു ലോകമായിരുന്നു നമ്മുടെ ലോകം. ട്രേഡിങ് എന്നാൽ നമ്മൾ അങ്ങനെ എന്നാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. പക്ഷേ വി ഡിഡ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് ട്രേഡിങ് ഇൻ സർട്ടൻ ഏരിയാസ്. അവിടെയൊക്കെ നല്ല ബിസിനസ്സുകാരുണ്ട് ശരിക്കും. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, ആ ഒരു ചുറ്റുവട്ടം ഭാഗത്തു നിന്ന് വി ഹാവ് ക്രിയേറ്റഡ് വേൾഡ് ക്ലാസ് ബിസിനസ്മെൻ. അതുകൊണ്ട് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു കൂടുതലും ആ ഒരു നമ്മുടെ ആ ഒരു ജോബ് മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാർ വന്നിട്ടുള്ളത്. ഉണ്ടായിരിക്കാം, പക്ഷേ ഇൻഫാക്റ്റ് അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ മാവൂർ റയോൺസ് പോലൊരു സാധനം ആ കാലത്ത് തുടങ്ങി. വി വർ വിഷണറി ഇനഫ് ടു സേ ദാറ്റ് ഇൻഡസ്ട്രി ഈസ് ആബ്സല്യൂട്ട്ലി റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഡിഡ് നോട്ട് realize it, right? But somewhere I think we had a lethargy about okay, ഇതിങ്ങനെ ഓടിപ്പൊക്കോളും എന്നുള്ളൊരു തോന്നലുണ്ടായോ എന്ന് എനിക്കൊരു ചെറിയ സംശയമില്ല അതിൽ. ആൻഡ് വെൻ അതർ പീപ്പിൾ വോക്ക്ഡ്, ഇപ്പോഴും സംഭവിക്കുന്നത് കേട്ടോ, നമ്മളൊരു പദ്ധതി വിഭാവനം ചെയ്യും. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഈ പറയുന്ന ഫൗണ്ടേഴ്സിന്റെ പലരുടെയും മൈൻഡ് ഉണ്ട്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ഒരു സപ്പോർട്ട് കിട്ടില്ല. സോ ദാറ്റ്സ് വൈ അവരിപ്പോൾ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ HNIs ഉള്ള ബാംഗ്ലൂർ, ഹൈദരാബാദിലൊക്കെ സ്റ്റിൽ ഗോയിങ് അല്ലേ? അത് നമുക്ക് തടയാൻ പറ്റില്ല. തടയണമെങ്കിൽ എൻ്റെ തീസിസ് ആണിത്. ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് സ്റ്റാർട്ടപ്പ് മിഷൻസ് ദിസ് തിങ്. വി നീഡ് ടു ഹാവ് ബിഗർ ഇൻഡസ്ട്രീസ് ഇൻ കേരള. Are you happy with your higher education sector, especially engineering colleges? No, I'm not. What is lacking? ഐ തിങ്ക് US പഠിച്ച് ഇവിടെ പഠിക്കുമ്പോൾ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം പ്ലേഗിയറിസമാണ്. ഞാനിത് തമാശ രൂപേണ പലവട്ടം പലരോടും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യം പോകുമ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ അസൈൻമെൻറ്റ് ഞാൻ വലിയ ആവേശത്തോടു കൂടിയാണ് എഴുതിയത്. അപ്പം വീട്ടിൽ ചെന്ന് ഞാൻ പന്തളത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ പോയി ഞാൻ വീട്ടിൽ ഇരുന്ന് വീക്കെൻഡ് ഇരുന്ന് വലിയ ആവേശത്തോടെ ഇത് എഴുതി. തിരിച്ചു വന്നു, ഹോസ്റ്റലിൽ വന്ന ഉടനെ ആരോ ചോദിച്ചടാ അസൈൻമെൻറ്റ് എഴുതിയോ എന്ന് ചോദിച്ചു. എഴുതിയെന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് എടുത്തു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 20 പേര് അതേ സാധനം തന്നെ എഴുതി. അതോടെ അന്ന് എൻ്റെ ആവേശം തീർന്നതാണ്. ഓക്കെ, ബിക്കോസ് ദർ ഇസ് ഓൾസോ ദിസ് ക്വസ്റ്റ്യൻ ഓഫ് കോമ്പറ്റീഷൻ ആൻഡ്
പിന്നെ അവസാനം അത് എന്തിലേക്ക് എത്തി. ഞാനൊരു ഇത് ശരിക്കും നടന്ന കഥയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്. നമ്മൾ കൂട്ടുകാരിയോട് പറയും പപ്സും കാര്യങ്ങളും വാങ്ങിച്ചാൽ ഇതുകൂടെ ഒന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ഇതുകൂടെ അങ്ങോട്ട് ആ അവസ്ഥയിലേക്കാണ് അവസാനം നമ്മൾ ഇറങ്ങാൻ നേരെ എത്തിയത്. Whereas in US it will never happen, ever happen. Because you do your plagiarism, you are out. Period. നമുക്ക് നമ്മുടെ ജോലി ഇപ്പോൾ ഉള്ള കോഴ്സുകൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം we will come out as fine engineers. But we are not studying. We are only learning to crack exams. That's it. പരീക്ഷ പാസ്സാവാനുള്ള എൻജിനീയറിംഗ് ഇപ്പം നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് 2 ദിവസത്തെ പഠനം കൊണ്ട് എങ്ങനെ ഒരു സെമസ്റ്ററിലെ പരീക്ഷ പാസ്സാവാൻ പറ്റുമെന്നുള്ള സ്കില്ല് അടിപൊളിയായിട്ട് ഞങ്ങൾ പഠിച്ചു. ഓൾ ഇറ്റ് ടേക്സ് ഇസ് ലൈക്ക് എ 24-hour നൈറ്റ് ഔട്ട്, കുറച്ച് ബുൾസൈ, കട്ടൻ കാപ്പി, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനുണ്ട്. ഞങ്ങളുടെ അന്ന് ബനിയനമ്മ എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളി അവിടെ തട്ടുകടയുണ്ട്. രാത്രി അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഇത് കുടിക്കുന്നു, ബുൾസൈ അടിക്കുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും എന്തൊക്കെയോ വായിക്കുന്നു, ഇതിനിടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു, ഉറങ്ങുന്നു, അടി കൊളുക്കുന്നു. ഇങ്ങനെ ഇതൊരു പ്രോസസ്സായിട്ട് യു മാസ്റ്റേർഡ് ദാറ്റ് ആർട്ട് ഓവർ എ പീരീഡ് ഓഫ് ലൈക്ക് 2-3 സെമസ്റ്റേഴ്സ് ആൻഡ് ദെൻ യു നോ ഹൗ ടു ക്രാക്ക് ദി എക്സാം ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അല്ലാത്ത ഒരു പറ്റ ആൾക്കാരുണ്ടേ, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ learn to crack the exam and that is where we are. അപ്പോൾ അത് മാറി if you can impart that you have to learn to pass your exam. അതിപ്പം 10ാം ക്ലാസ് മുതൽ തുടങ്ങുന്ന പരിപാടിയല്ലേ. ഇപ്പം I don't know, എൻ്റെയൊക്കെ കാലത്ത് ഈ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 90% കടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ 10ാം ക്ലാസ്സിൻ്റെ. ഇപ്പോൾ അത് 99.99% മറ്റോ ആണ്. What are we actually saying? Is it the right thing to do? You have to have certain expertise before you say that you call yourself an engineer, right? Or 10th standard graduate or a 12th standard graduate. അത് എന്ത് എക്സ്പെർട്ടീസ് ആണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തത് അവിടെയാണ്. US സ്ട്രിക്റ്റ് ആണ് അക്കാര്യത്തിൽ. ഈവൻ എനിക്ക് തോന്നുന്നു എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും നമ്മൾ ഈ പറയുന്ന പോലെ ചുമ്മാ പകർത്തി എഴുതി നമുക്ക് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. So that change has to. അതുകൊണ്ടാണ് ഇപ്പോൾ NEP is becoming slowly getting imparted. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് ദറ്റ് സ്കിൽ. ഇപ്പം ഞങ്ങൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാണ്, ഞങ്ങൾ ഇതുവരെ ഒരു കമ്പ്യൂട്ടർ അഴിച്ച് പണിഞ്ഞിട്ടില്ല എന്ന അഭിമാനപൂർവ്വം പറയുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാണ് ഈ നാട്ടിലുള്ളത്. മദർ ബോർഡോ അതെന്ത് ബോർഡ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. What I believe is that the perceived freedom is what making people to migrate. എനിക്ക് അവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാം, ആരും എന്നോടൊന്നും ചോദിക്കാനില്ല. ദർ ഇസ് നോ ബൗണ്ട്, ദർ ഇസ് നോ ജെൻഡർ ഡിസ്പാരിറ്റി, ദർ ഇസ് നോ ബോഡി ഷെയ്മിങ്, ദർ ഇസ് നോ നത്തിങ്. ഐ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ഐ ലിവ്. യു ക്യാൻ ബി യുവർ സെൽഫ് ആൻഡ് ഡു വാട്ട് എവർ യു വോണ്ട് ടു ഡു. ഞാൻ ആൾക്കാരോട് പറയുന്നത് ഇതിന് പൈസ വേണം എന്നുള്ളൊരു ബേസിക് കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാത്രം കഴിയായാലും എനിക്ക് പൈസ കിട്ടുമെന്നുള്ളതാണ്. അത് സത്യമല്ല. ദാറ്റ് ഇസ് വാട്ട് ഐ കീപ് ടെല്ലിങ് പീപ്പിൾ. ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് യു get into when you go to a foreign country. But that has nothing to do with the education. Better education വേണ്ടി പുറത്ത് പോകണമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ മിനിസ്ക്യൂളായിരിക്കും. ഡീപ്പ് ഇൻസൈഡ് നമ്മൾ പച്ചയ്ക്ക് ചോദിച്ചാൽ ഇവർ രണ്ടും പറയുമല്ല, ഇറ്റ്സ് ഹയർ എഡ്യൂക്കേഷൻ അടിപൊളിയാണ്, അതുകൊണ്ടാണ് എനിക്ക് പോകേണ്ടത്. പക്ഷെ അതല്ല സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അടിച്ചു പൊളിക്കണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പോയി അടിച്ചു പൊളിക്കാം, കാശും കിട്ടും, എന്ത് ചെയ്താലും കാശ് കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ജനറലി ഉണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ്. I don't know if you said or somebody said, once I am educated and I believe that I am a good person, intellectually a good soul, a good mind, then if there is no opportunity for me that will challenge myself, then I will go abroad or somewhere else that will give me that opportunity. കാരണം I want to be challenged. The moment you are comfortable, ഞാൻ നേരത്തെ പറഞ്ഞു 30-year itch എന്ന് പറഞ്ഞില്ലേ, കുറച്ച് നാൾ നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. Then there needs to be something in that place which will challenge you. If you go with the monotonous way of life, then people will leave. That is another reason why I think excellent engineers leave, because of the opportunities that exist in a US or a research institution and things like that. Money is of course a factor. You make 2,000-3,000 euros and you have a savings of 1 lakh in India. But people don't realize that 1 lakh means nothing in Europe. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ബിക്കോസ് ഐ വാസ് ടോക്കിംഗ് ടു എ ടാക്സി ഡ്രൈവർ ഹു വാസ് സെയിങ് ദാറ്റ് ഹി യൂസ് ടു പേ അറൌണ്ട് 200 or 300 euros in utility bills in Belgium. Now it is 1,000 euros. So essentially what they have done is switch off the heating
അപ്പോൾ ഞാൻ ചോദിച്ചു തണുക്കത്തില്ല, ബെൽജിയമൊക്കെ നല്ല തണുപ്പാണ്. അല്ല, നമ്മൾ പുതപ്പും പുതച്ച് എല്ലാവരോടും അങ്ങനെ ഇരിക്കുന്നു. €1000 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3 times is what the utility bill because of the war. So when you get into these kind of places, കോവിഡ് അതിൻ്റെ ഒരു ലിറ്ററൽ നേർക്കാഴ്ചയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ഒരു കട്ടസ്ട്രോഫി വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു അത് നമ്മളങ്ങ് മറന്നുപോയി. എല്ലാവരും ഒന്ന് ഓർക്കുന്നുണ്ടോ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കിടന്ന് ഇടിച്ചത്? അപ്പം ദാറ്റ് ഈസ് എ റിയാലിറ്റി. എനിക്ക് പേഴ്സണൽ അനുഭവമുണ്ട്. ഒരു ദിവസം ഐ ഹാഡ് റാഷസ് ഓൾ ഓവർ മൈ ബോഡി സഡൻലി, സം ഓട്ടോഇമ്മ്യൂൺ ദിസ് തിങ്. ഐ ഗോട്ട് സോ പാനിക്ഡ്. ടു ഗെറ്റ് എ ഡെർമറ്റോളജിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇറ്റ് വിൽ ടേക്ക് യു അറ്റ്ലീസ്റ്റ് എ മന്ത് ഓർ 2. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ER പോയി. ദെൻ ഹീ സോ ദിസ് ആൻഡ് ഹീ സെഡ് ഓക്കെ ലെറ്റ്സ് ടേക്ക് യു ടു എ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ കൊണ്ടുപോയി. അതുകൊണ്ട് കാണാൻ പറ്റി. ഇല്ലെന്നുണ്ടെങ്കിൽ you will wait 2-3 months. Majority of the surgeries will wait 2-3 months. UK-ലാണെങ്കിൽ അതും വേഴ്സ് ആണ്, 6 to 12 months ആണ് നമ്മുടെ ഒരു സർജറിക്ക് വേണ്ടി വരും. So things are not all hunky-dory as you see out, from outside, but I guess people have to learn the hard way. With Chandrayaan, what I'm happy about is we proved to the world that precision engineering is something that we can do. ലോകം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫിനിസ് ഉണ്ടല്ലോ, ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങണ്ടേ, അവിടെ ഇറങ്ങണം, മറ്റേ സാധനം അതിൽ നിന്ന് ഇറങ്ങണം, തിരിഞ്ഞ് നിന്ന് മറ്റേ ഫോട്ടോ എടുക്കണം, ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ദർ ഇസ് എ ഫൈനർ എൻജിനീയറിങ് അറ്റ് പ്ലേ ബിക്കോസ് യു ആർ നോട്ട് ഈവൻ സീയിങ് വെർ ദിസ് ഇസ്. യു ആർ സിറ്റിംഗ് ലൈക്ക് ശതകോടി കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്നാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പ്രിസിഷൻ എൻജിനീയറിങ് വേണം. ആ പ്രിസിഷൻ എൻജിനീയറിങ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രൂഫായിരുന്നു ചന്ദ്രയാൻ എന്ന് പറയുന്നത്. ഇതൊരു മൈൻഡ് സെറ്റാണ്. ഈ എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. In a world where lot of materials are becoming available, the chances of getting upskilled is becoming available. A journalist can easily become a programmer, or a programmer can easily become a journalist in a world of ChatGPT. It is going to be so much intertwined in the days to come. So you shouldn't think about it. എൻജിനീയറിംഗ് കോളേജുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഇനിയുള്ള ഡോക്ടേഴ്സിനെ ഉണ്ടാക്കുക. അതൊക്കെ ഇത് ഈ റെഗുലേഷൻ കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഇനി. കാരണം ലോയർ ആവണമെങ്കിൽ നമ്മൾ മറ്റേ കോട്ടിട്ട് ഇത് എടുക്കണം, ഡോക്ടർ ആവണമെങ്കിൽ നമുക്ക് ഇത് മറ്റേ IMAയുടെയോ ഏതിൻ്റെയോ അപ്രൂവൽ വേണം എന്നുള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ അത് നടന്നേക്കാം. പക്ഷേ അതർവൈസ് ഐ തിങ്ക് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ലേണിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത്. അതാരോ പറഞ്ഞ പോലെ കർഷകൻ കലപ്പ ഉപയോഗിക്കുന്ന പോലെ ഇനിയുള്ള കാലം എല്ലാ മനുഷ്യരും AI ഉപയോഗിക്കും. ജെൻ AI ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന സാധനങ്ങളിലൊന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഐ ഹാവൻ സീൻ എനി ഇൻട്രസ്റ്റിംഗ് കമ്പനീസ് അതർ ദാൻ ഒരു 3 കമ്പനികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് കേരളത്തിലുള്ളത്, ഒന്ന് ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ്, ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്ക്രിപ്റ്റ്സ് എഴുതും, അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി. കസ്റ്റമർ സപ്പോർട്ട് ഇതുവഴി ചെയ്യാൻ പറ്റുന്ന, അതായത് ഓട്ടോമാറ്റിക്കലി ചാറ്റ് GPT ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എനി കൈൻഡ് ഓഫ് കസ്റ്റമർ സപ്പോർട്ട് വിൽ ബി ഓട്ടോമേറ്റഡ് യൂസിങ് ദിസ്. പിന്നെ ഈ നമ്മുടെ ബേബിയോ ഇല്ലേ, ബേബിയോയെ ഇപ്പം മറ്റവർ അക്വയർ ചെയ്തു, നമ്മുടെ അബിയുടെ കമ്പനി കെയർ സ്റ്റാക്ക്. അപ്പോൾ അതിലവർ ഈ പറയുന്ന പോലെ എന്തോ ഒരു ഹെൽത്ത് കെയർ ആപ്ലിക്കേഷനും ഈ ചാറ്റ് GPT യൂസ് ചെയ്ത് വേബിയോയിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇതിൽ അത് വേബിയോ തിങ് വിൽ വർക്ക് ഔട്ട്. I think that's going to come up. The test scripts, depending upon how good it is, it will come up. But ആ രീതിയിലേക്ക് ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്നില്ല കേരളത്തിൽ. somehow there is a gap. So we need to do more sensitization in the Gen AI. Aversion ഒന്നുമല്ല, people are playing around with it. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പയ്യന്മാരെല്ലാം നമ്മളെ മക്കളൊക്കെ ഫുൾ AI ആണ്, ഫുൾ ഓൺ AI ആണ്. എല്ലാം ഡാലിയും മിഡ് ജേണിയും മറ്റേതും GPT ട്രാൻസ്ലേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ to do beyond that is I haven't seen it yet. നെക്സ്റ്റ് മന്ത് വരികയാണ്. അത് ഏതെങ്കിലും രീതിയിൽ സ്റ്റാർട്ടപ്പ് സെക്ടർ ഭയങ്കരമായിട്ട് because you can actually now look at the logistics, the supply chain management, the storage, ഈ സെക്ടേഴ്സ് എല്ലാം നമുക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാനുള്ള, ഇതൊക്കെ വലിയ സെക്ടേഴ്സാണ്. ഇപ്പോൾ ട്രക്ക് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ വലിയ ബിസിനസ്സുകളാണ്. അതിലൊന്നും നമുക്ക് ഇതുവരെ തൊടാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഇല്ല. ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്ന് പോകുന്നതല്ലാതെ നമുക്കിവിടെ വലിയ ലോറി കമ്പനികളില്ല. പക്ഷേ വിഴിഞ്ഞം വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് ദോസ് തിങ്സ്.
ആ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യും. അത് രണ്ട് രീതിയിൽ പോവാം. ഒന്ന്, ഈ മൊത്തം ഡെവലപ്മെൻറ്റും അപ്പുറത്തെ സൈഡിലോട്ടങ്ങ് പോവാം, ഏതാ തമിഴ്നാട്ടിലോട്ട്, അത് ഇപ്പുറത്തോട്ട് വലിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അവർ ഓൾറെഡി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ് ലുക്സ് ലൈക്ക്. എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ അവർ ചെയ്യുമോ തുടങ്ങുക, ബിക്കോസ് ദേ ഹാവ് ദ മണി, സോ ദേ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ബിൽഡ് അപ്പ്. But it's a great opportunity. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി, ബിക്കോസ് പോർട്ട് എന്ന് പറയുന്നത് എന്തെല്ലാം ചേരുന്ന ഒരു സാധനമാണെന്ന് ആലോചിച്ച് നോക്കിയേ. യു ഹാവ് ദ ക്രൂ ചേഞ്ച്, യു ഹാവ് ദ ടൂറിസം, യു ഹാവ് ദി അസോസിയേറ്റഡ് ഇൻഫ്രാ, ഇവരെ കേറ്റർ ചെയ്യാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ, യു ഹാവ് ദ ട്രക്സ് കമ്മിങ് ഇൻ, യു ഹാവ് ദ ലോഡിങ് അൺലോഡിങ്, യു ഹാവ് ഓൾ ദ മെഷീനറി ദാറ്റ് ഇസ് കമ്മിങ് ഇൻ, യു ഹാവ് ദി സ്റ്റോറേജ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ, സോ മച്ച് സ്റ്റഫ്. സോ പോർട്ട് വിൽ ജസ്റ്റ് ട്രിഗർ എക്കോണമി ലൈക്ക് ക്രേസി, പ്രൊവൈഡഡ് ഈ ഒരു കപ്പൽ വന്നടിയുന്നത് കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല. ഇത് ഇറ്റ് ഹാസ് ടു കം, ബിക്കോസ് മദർഷിപ്സ് വന്ന് അൺലോഡ് ചെയ്യുന്ന ഒരു സെനാറിയോ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ക്രിയേറ്റ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ കാര്യം.